Yes, good morning. Welcome to another live session from IILT. It will be a very useful thing for you. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മൾ കുറച്ച് നാളായിട്ട് ഈ റീഡിങ് ലിസണിങ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി അല്ലെങ്കിൽ ആ ഒരു രണ്ട് സബ് ടെക്സ്റ്റിൽ നിന്ന് മാറിയിട്ട് നമ്മൾ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു സബ് ടെക്സ്റ്റിൻ്റെ ലൈവാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ലൈവിൽ നമ്മൾ ചെയ്തത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ലൈവിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കേസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും അത് എങ്ങനെ നമുക്ക് ആ ഒരു കേസിന് നമുക്കൊരു ഗുഡ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഇൻട്രൊഡക്ഷൻ ഫ്രെയിം ചെയ്യാം എന്നുള്ള സംഭവം ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്പീക്കിങ്ങിൻ്റെ ലൈവ് എന്ന് പറയുന്നത്. ആൻഡ് ഐ ഹോപ്പ് എവരി വൺ ഗോട്ട് എ പെർട്ടിക്കുലർ ഐഡിയ റിഗാർഡിങ്. സോ ആ ഒരു സെഷനിൽ ഇനി എന്തൊക്കെ കേസ് നിങ്ങളുടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. നോണും അൺനോണും എല്ലാ കേസസും നമ്മളതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. രണ്ടാമത്തെ ലൈവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നമ്മളെടുത്ത ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീവേഡ്സ് ആയിരുന്നു. ഒരു OET റോൾ പ്ലേ കാർഡിൽ എന്തൊക്കെ കീവേഡ്സ് ഉണ്ട്, ആ കീവേഡ്സ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ആ കീവേഡ്സിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ മീനിങ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രൈറ്റീരിയയിലുള്ള അവസാനത്തെ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയിൽ അവസാനത്തെ രണ്ട് ക്രൈറ്റീരിയ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഗിവിങ് ആൻഡ് ഇൻഫർമേഷൻ ഗ്യാദറിങ്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ഗിവിങ് ആണോ, വെദർ ആസ് എ നേഴ്സ് വി ആർ ഗിവിങ് ദ ഇൻഫർമേഷൻ ടു ദ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ വെദർ ബൈ എ നേഴ്സ് വി ആർ ആസ്കിങ് എ ക്വസ്റ്റ്യൻ ഓർ വി ആർ കളക്ടിങ് ദ ഇൻഫർമേഷൻ ഫ്രം ദ പേഷ്യൻറ്റ്. അപ്പോൾ നമ്മൾ ഗിവിങ് ആണോ കളക്ടിങ് ആണോ എന്നുള്ള ആ രണ്ട് സംഭവങ്ങളും എങ്ങനെ നമുക്ക് OETയുടെ റോൾ പ്ലേ കാർഡിലുള്ള കീവേഡ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നായിരുന്നു നമ്മൾ രണ്ടാമത്തെ ലൈവ് സെഷനിലും നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താണ്, അപ്പോൾ ഇൻട്രൊഡക്ഷൻ നമുക്ക് മനസ്സിലായി, ഡിഫറെൻറ്റ് സെറ്റിങ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കേസസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ കോൺവെർസേഷൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള ഒരു സംഭവം. പിന്നീട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആ കീവേഡ്സ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ഈ രണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കിയത്. അപ്പോൾ ഇന്നത്തെ ലൈവിൽ നമ്മൾ നോക്കുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മളിത് എങ്ങനെ പ്രാക്ടിക്കൽ ആക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. മറ്റേതൊരു തിയറി ആയിരുന്നു, പക്ഷേ നമുക്ക് വി വോണ്ട് ടു നോ ദ തിയറി. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ റോൾ കാർഡ് അല്ലെങ്കിൽ സ്പീക്കിങ്ങിൻ്റെ കാർഡ് നമുക്ക് പെർഫോം ചെയ്യണമല്ലോ. അപ്പോൾ ആ പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ ഇത് നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ പറഞ്ഞ തിയറി നമുക്ക് എങ്ങനെ ഇതിൽ പ്രാക്ടിക്കൽ ആക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലൈവിൻ്റെ ടോപ്പിക്. സോ ടുഡേയ്സ് ടോപ്പിക് ഇസ് സ്ട്രക്ചറിങ് ആ റോൾ പ്ലേ കാർഡ്. നിങ്ങൾക്ക് ഏതൊരു ടൈപ്പ് ഓഫ് റോൾ പ്ലേ കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ആ റോൾ പ്ലേ കാർഡിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ആ റോൾ പ്ലേ കാർഡിൽ തന്നിരിക്കുന്ന ഡാറ്റ, ആ റോൾ പ്ലേ കാർഡിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആ റോൾ പ്ലേ കാർഡ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം, ഒരു പെർഫെക്റ്റ് OET സ്പീക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ആ 5 മിനിറ്റ്സിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അതിനെ അടുക്കാം. സ്ട്രക്ചറിങ് മീൻസ് നമ്മൾ അടുക്കുന്നു. അതാണ് നമ്മൾ ഇന്നത്തെ ലൈവ് സെഷനിൽ നോക്കാൻ പോകുന്നത്. സോ ആസ് യു ക്യാൻ സീ സ്ട്രക്ചറിങ് ആൻഡ് OET റോൾ പ്ലേ കാർഡ്. സോ ഇതാണ് നമ്മുടെ ടോപ്പിക്. സോ ദാറ്റ്സ് വാട്ട് ദി ഇൻട്രൊഡക്ഷൻ ഈസ് ഓൾ അബൌട്ട്. സോ നിങ്ങൾക്ക് ഈ ഫേസ് പരിചിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഐ എം ഹരി, വൺ ഓഫ് ദി സർട്ടിഫൈഡ് OET ട്രെയിനേഴ്സ് ഫ്രം IILT. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ നമ്മൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം ബിഫോർ വി സ്റ്റാർട്ട് ദാറ്റ് പെർട്ടിക്കുലർ തിങ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ ഒരു സംഭവം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ സ്പീക്കിങ്ങിൻ്റെ ഒരു സംഭവം എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനടക്കം ഉള്ള സ്പീക്കിങ്ങിൻ്റെ എല്ലാ ട്രെയിനേഴ്സും സ്പീക്കിംഗ് എടുക്കുന്ന എല്ലാ ട്രെയിനേഴ്സും ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഫസ്റ്റ് സെഷനിൽ നമ്മളൊരു ഓറിയൻറ്റേഷൻ സെഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഓരോ മെറ്റീരിയൽസിൻ്റെ ഇപ്പോൾ റീഡിങ്ങിന് നമ്മൾ 60 മിനിറ്റ്സ് എന്ന് പറയുന്നു, ലിസണിങ്ങിന് നമ്മൾ ഇത്ര മിനിറ്റ്സ് എന്ന് പറയുന്നു, റൈറ്റിങ്ങിന് നമ്മൾ 45 മിനിറ്റ്സ്, 5 മിനിറ്റ്സ് ഫോർ റീഡിങ്, ബാക്കിയുള്ള സമയത്ത് വി ആർ റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പറയുമ്പോൾ തന്നെ നമ്മൾ സ്പീക്കിങ്ങിൻ്റെ ഒരു റോൾ പ്ലേ കാർഡ് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 10 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ പറയുക. അപ്പോൾ ഒറിജിനൽ OET എക്സാമിന് നമുക്ക് എന്തുണ്ട്, 2 റോൾ പ്ലേ കാർഡ് നമുക്ക് പെർഫോം ചെയ്യണം. സോ നമുക്ക് ആ ഒരു ടൈമിനെ നമ്മൾ 3 രീതിയിലാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ സ്പീക്കിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻറ്റയർ സ്പീക്കിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി നമ്മളൊരു സ്പീക്കിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യല്ല. ഇപ്പോൾ IELTSലാണെങ്കിലും നമ്മൾ ഏതൊരു ലാംഗ്വേജ് ടെസ്റ്റ് പ്രൊഫീഷ്യൻസി നോക്കുന്നതിലാണെങ്കിലും ശരി, നമുക്കൊരു വാമപ്പ് സെഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമാണ്. ബട്ട് ഇൻ ഓർഡർ ടു എൻ്റർ ദാറ്റ് പെർട്ടിക്കുലർ തിങ് ഞാൻ ഒന്നോടെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു വാമപ്പ് സെഷൻ ഉണ്ടായിരിക്കും. ആ വാമപ്പ് സെഷനിൽ
നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് പ്രൊഫഷണൽ ഇൻഫർമേഷൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. Introduce yourself, why did you choose OET, which country you want to migrate, which is your favorite destination, in 5 years where you see yourself, അങ്ങനെയുള്ള questions. പിന്നെ professional type of questions, how you handle stress when you get a situation like this, how would you tackle എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ഇൻഫോ അതിനെക്കുറിച്ചുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ വാം അപ്പ് ടൈപ്പ് എന്ന് പറയാം. ഓക്കെ ജിസ്ന, ഗുഡ് മോർണിംഗ്, ഹാപ്പി ടു സീ യു ഇൻ ദ ലൈഫ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. സോ ആ സ്പീക്കിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വാം അപ്പ് സെഷനാണ്. ആൻഡ് ദ തിങ് ദാറ്റ് യു ഹാവ് ടു നോട്ടീസ് ദാറ്റ് ആ വാം അപ്പ് സെഷൻ നിങ്ങളുടെ OETയുടെ മാർക്സിനെ, സ്പീക്കിങ്ങിൻ്റെ മാർക്സിനെ ഇത് ചെയ്യില്ല, റിലേറ്റ് ചെയ്യില്ല. So how you perform in your warm-up session does not affect your mark. അതാണ് the first and foremost thing that you need to understand. അപ്പോൾ ഇത്ര വാം അപ്പ് ക്വസ്റ്റനെ ചോദിക്കാവുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ നേരത്തെ സ്റ്റുഡൻസ് പറഞ്ഞതിൽ അവരോട് 2 വാം അപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ച ഇൻ്റർലോക്യൂട്ടേഴ്സ് ഉണ്ട്, 3 വാം അപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ച ഇൻ്റർലോക്യൂട്ടർ ഉണ്ട്, ആൻഡ് ഐ നോ ദാറ്റ് 12 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ച ഇൻ്റർലോക്യൂട്ടേഴ്സ് ഉണ്ട്. സോ വാം അപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ വാം അപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ആൻഡ് ആ വാം അപ്പ് ക്വസ്റ്റ്യനിൽ തന്നെ ആ ഇൻ്റർലോക്യൂട്ടറിന് മനസ്സിലാവും ഹൗ ഗുഡ് വി ഹാൻഡിൽ ദിസ് പെർട്ടിക്കുലർ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളൊരു കാര്യം. അതാണ് ഒന്നാമത്തെ സംഭവം. ദെൻ വാം അപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് റോൾ പ്ലേ കാർഡ് എന്ന് പറയുന്ന നിങ്ങളുടെ ട്രംപ് കാർഡ് സാധനം തരിക. ആ സംഭവം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 3 minutes പ്രിപ്പറേഷൻ ടൈം കിട്ടും. ആസ് യു ഓൾറെഡി നോ, നമുക്ക് റോൾ പ്ലേ കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണ്ടേ, ഡയറക്റ്റ്ലി നമുക്കൊരു റോൾ പ്ലേ കാർഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് ഉള്ളത്, ആസ് എ നേഴ്സ് വാട്ട് ഓൾ തിങ്സ് ദാറ്റ് വി നീഡ് ടു ഡു എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് അതിനകത്തേക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു 3 minutes പ്രിപ്പറേഷൻ ടൈം കിട്ടും. ഓക്കെ, ആ 3 minutes എവറിത്തിങ് വിൽ ബി ഓൺ ടൈം, എല്ലാം ടൈം ബേസ്ഡ് ഉള്ളതായിരിക്കും. അതിൽ നിന്ന് നമുക്ക് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും വി കനോട്ട് ഷിഫ്റ്റ്. അപ്പോൾ ആ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് ആ റോൾ പ്ലേ കാർഡ് പ്രിപ്പയർ ചെയ്യാം, നമുക്ക് വായിക്കാം, വി ക്യാൻ ടേക്ക് ആ പെൻസിൽ, വി ക്യാൻ ടേക്ക് നോട്ട്സ്. നമുക്ക് എന്തൊക്കെ നോട്ട്സ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ എഴുതി വെക്കാം. നമ്മളത് നോൺ ആണോ അൺനോൺ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നോൺ കേസ് എന്ന് അൺനോൺ കേസ് എന്ന് എഴുതി വെക്കാം. കീവേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം, അതിൻ്റെ മേളിൽ ഇൻഫർമേഷൻ ഗിവെന്ന് എഴുതാം, ഗ്യാദറിംഗ് എഴുതാം. സോ വാട്ട് ഓൾ തിങ് ദാറ്റ് യു ക്യാൻ മേക്ക് നോട്ട്സ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. അതിനുശേഷം ആൻഡ് ദ മേജർ തിങ് ദാറ്റ് യു ഡിഡ് നോട്ടീസ് ദാറ്റ് ആ റോൾ പ്ലേ കാർഡിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേർഡിൻ്റെ മീനിങ്, പ്രൊനൗൺസിയേഷൻ ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ask to the interlocutor only during that 3 minutes time. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ആ റോൾ പ്ലേ കാർഡിൻ്റെ എന്തെങ്കിലും വേർഡ്സ്, ലെറ്റേഴ്സ്, ലിറ്ററേച്ചർ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. അല്ലാതെ ഇത് എങ്ങനെ പറയണമെന്ന് ദയവ് ചെയ്ത് ചോദിച്ചേക്കരുത്. എങ്ങനെ പറയണമെന്ന് പറഞ്ഞു തരാനാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ പോയി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. സോ എന്തെങ്കിലും വേർഡ്സിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാവുന്നതാണ്. ആഫ്റ്റർ ദാറ്റ് 3 minutes പ്രിപ്പറേഷൻ ടൈം ദ ഇന്റർലോക്യൂട്ടർ വിൽ സേ ദാറ്റ് യുവർ 3 minutes ടൈം ഇസ് ഓവർ ആൻഡ് നിങ്ങൾക്ക് റോൾ പ്ലേ കാർഡ് എനാക്ട് ചെയ്യാനുള്ള സമയമാണ്, അല്ലെങ്കിൽ റോൾ പ്ലേ കാർഡ് പെർഫോം ചെയ്യാനുള്ള സമയമാണ് പിന്നെയുള്ളത്. ഫോർ ദാറ്റ് എവറി വൺ, ആസ് യു ഓൾ നോ, യു ഹാവ് 5 minutes. യെസ് അജ്മൽ, ഹായ്, ഹോപ്പ് യു ആർ ഗുഡ്. ആൻഡ് യാ, അപ്പോൾ നമുക്ക് 5 മിനിറ്റാണ് നമുക്ക് റോൾ പ്ലേ കാർഡ് പെർഫോം ചെയ്യാനുള്ളത്. സോ ഇതാണ് ഈ റോൾ പ്ലേ കാർഡിൻ്റെ സ്ട്രക്ചറിങ്. സോ 3 സ്ട്രക്ചറിങ് ആണുള്ളത്. വാം അപ്പ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വിൽ നോട്ട് ബി അസസ്ഡ് ഓർ ദാറ്റ് വിൽ നോട്ട് എഫക്ട് യുവർ മാർക്സ്. ദെൻ ദ നെക്സ്റ്റ് ഇസ് വാം അപ്പ് ക്വസ്റ്റ്യൻസ്, the next is 3 minutes preparation time, giving the role play card, and 3 minutes preparation time, and after that 3 minutes preparation time, 5 minutes for the enactment of, അല്ലെങ്കിൽ for the performance of your role play card. ഇതാണ് അങ്ങനെ സംഭവം. ആൻഡ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു നോട്ടീസ് ദാറ്റ് ഈ OET സ്പീക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു സബ് ടെക്സ്റ്റ് നിങ്ങൾ നഴ്സിംഗിൽ നിങ്ങൾക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, നഴ്സിംഗിൽ എത്രത്തോളം നിങ്ങൾ പ്രൊഫിഷ്യൻ്റ് ആണ് എന്ന് അസസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് അല്ല. അത് നിങ്ങളുടെ നഴ്സിംഗ് എക്സാമിൽ തീർന്നു, അത് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യമാണ്. ഇത് നിങ്ങൾ എത്രത്തോളം ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ഫീൽഡിൽ ഒരു പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡറോ ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗ ഇഫക്റ്റീവ്ലി യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പേഴ്സൺ, ഹൗ ഇഫക്റ്റീവ്ലി യു ഹാൻഡിൽ ദാറ്റ് പേഷ്യൻറ്റ്, ഹൗ ഇഫക്റ്റീവ്ലി യു മേക്ക് ദ പേഴ്സൺ കംഫർട്ടബിൾ, ഓർ ഹൗ ഇഫക്റ്റീവ്ലി യു മേക്ക് എ കോൺവെർസേഷൻ വിത്ത് ദ പേഴ്സൺ. ഇത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് OETയിൽ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു സെഷൻ തന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ റീസൺ വൈ നമ്മൾ സ്പീക്കിംഗ് പറയുന്നത് പോലെ തന്നെ നമുക്ക് മെഡിക്കൽ ടേംസ്, മെഡിക്കൽ ജാർഗൺസ്, ടെക്നിക്കൽ ടേംസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ബിക്കോസ് ടെക്നിക്കൽ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ കൈൻഡ് ഓഫ് സെറ്റപ്പാണ്.
അപ്പോൾ നമ്മൾ അവിടെയല്ല ഹൗ ഈസിലി യു കമ്മ്യൂണിക്കേറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അത് അസസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് നിങ്ങളുടെ OET സ്പീക്കിംഗ് എന്ന് പറയുന്ന സബ് ടെക്സ്റ്റ്. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ബേസിക് ഇൻഫോ ദാറ്റ് ഐ നീഡ് ടു ഗിവ് യു റിഗാർഡിംഗ് ദ സ്ട്രക്ചറിങ് ഓഫ് എ സ്പീക്കിംഗ് മൊഡ്യൂൾ. സ്പീക്കിൻ്റെ മൊഡ്യൂളിൻ്റെ സംഭവം ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് 2 റോൾ പ്ലേ കാർഡ് ഉണ്ടായി, ഒരു റോൾ പ്ലേ കാർഡ് കൂടി ഉണ്ടായിരിക്കും. സോ in total you need to perform 2 role play sessions or 2 role play cards in your original exam. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഒരു രീതി, ഇതാണ് നിങ്ങളുടെ ഒരു സംഭവം. ഓക്കെ, ഇനിയാണ് നമ്മൾ ബേസിക് നമ്മൾ ഇന്നത്തെ കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഇതിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ നമ്മളവിടെ പോയി ഇരിക്കുകയാണ്, നമുക്ക് വാമപ്പ് സെഷൻ കഴിഞ്ഞു, നമ്മുടെ അടുത്ത് വാമപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഇൻ്റർലോക്യൂട്ടർ ഓക്കെ, അതിനുശേഷം നമുക്ക് കാർഡ് തരികയാണ് അല്ലേ. അപ്പോൾ ആ കാർഡ് തന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ അല്ലെങ്കിൽ ആ കാർഡ് തന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണ് സ്ട്രക്ചർ ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. Okay, so how can we structure or how can we make or how can we identify the role play card എന്നുള്ളതാണ് നമ്മുടെ സംഭവം. സോ ഇതാണ് നമ്മുടെ ബേസിക് സംഭവം. സോ വിൽ ലുക്ക് ഇറ്റ് ദ ഫസ്റ്റ് സ്ലൈഡ്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒന്ന് പറഞ്ഞു പോവാം. സോ അതാണ് സംഭവം. അപ്പോൾ നമുക്കതിൻ്റെ ഫസ്റ്റ് സ്ലൈഡിലിട്ട് നോക്കാം. ഐ തിങ്ക് എവരി വൺ ഇസ് കംഫർട്ടബിൾ. ഓക്കെ, അപ്പോൾ നമുക്കൊരു റോൾ പ്ലേ കാർഡ് കിട്ടി. അപ്പോൾ റോൾ പ്ലേ കാർഡിൽ എന്താണ് എവിടെയാണ് എന്നൊന്നും നമുക്കൊരു സംഭവം അറിയത്തില്ല. അപ്പോൾ നമുക്കൊരു റോൾ പ്ലേ കാർഡ് ആദ്യം നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ആ റോൾ പ്ലേ കാർഡിൽ തന്നിരിക്കുന്ന ഇൻഫോ വെച്ചിട്ട്, ആ റോൾ പ്ലേ കാർഡിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ് ഈസ് എ നോൺ ഓർ അൺനോൺ കേസ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു റോൾ പ്ലേ കാർഡ് നോൺ ആണോ അൺനോൺ കേസ് ആണോ അതാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് 2 പ്രാവശ്യം നമ്മൾ ചെയ്ത ലൈവിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോൺ കേസും അൺനോൺ കേസും നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ചിലപ്പോൾ നമുക്ക് സെറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. സെറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം തന്നിട്ടുണ്ടായിരിക്കും. ആ സെറ്റിങ്ങിലെ സംഭവം വായിക്കുമ്പോൾ തന്നെ ചില സമയത്ത് നമുക്കതിനെ ഒരു നോൺ കേസ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് സെറ്റിംഗ് ഒരു ഹോസ്പിറ്റൽ വാർഡാണ്. ഒരു ഹോസ്പിറ്റൽ വാർഡിലാണെന്ന് പറയുമ്പോൾ അതിൻ്റെ സംഭവം എന്താ, വാർഡിൽ ഓൾറെഡി അഡ്മിറ്റ് ആയി കിടക്കുന്ന ഒരു പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താ കാര്യം, ദ പേഷ്യൻ്റ് ഈസ് ഓൾറെഡി ദെയർ ഇൻ ദാറ്റ് ഹോസ്പിറ്റൽ. സോ ആ ഒരു പെർട്ടിക്കുലർ നേഴ്സ് ആ പേഷ്യൻറ്റിനെ മുമ്പ് കണ്ടിട്ടുണ്ട്. സോ ഇൻ ദിസ് ഇൻസ്റ്റൻസസ് ബൈ ലുക്കിംഗ് അറ്റ് ദ സെറ്റിംഗ് ഇറ്റ് സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ് ഈസ് എ നോൺ ഓർ അൺനോൺ കേസ്. ഇങ്ങനെയുള്ളൊരു കാര്യം, ഒരു സബർബൻ ക്ലിനിക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റൽ വാർഡൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ സെറ്റിങ്ങിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സബർബൻ ക്ലിനിക് ആയിരിക്കും. ആ സബർബൻ ക്ലിനിക്കിൽ ഒരു റുട്ടീൻ ചെക്കപ്പിന് വരുന്നൊരു പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ സബർബൻ ക്ലിനിക് എന്ന് പറയുന്ന ആ ഒരു സെറ്റിംഗ് വെച്ചിട്ട് തന്നെ വി കനോട്ട് ഐഡൻറ്റിഫൈ ഓർ വി കനോട്ട് ഡിഫറൻഷിയേറ്റ് ഇറ്റ് ആസ് എ നോൺ ഓർ ആൻ അൺനോൺ കേസ്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് താഴെ ഒരു ആസ് എ നേഴ്സ് വാട്ട് വി നീഡ് ടു ഡു എന്ന് പറയുന്ന ഒരു 3 or 4 അല്ലെങ്കിൽ 2 or 3 സെൻറ്റൻസസിൽ നിങ്ങൾക്കൊരു സാധനം തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു നോൺ ആണോ അൺനോൺ കേസ് ആണോ എന്ന്. ഫോർ എക്സാമ്പിൾ, യു ആർ എ പേഷ്യൻറ്റ് ഫോർ എ റുട്ടീൻ ചെക്കപ്പ്, അല്ലെങ്കിൽ യു ആർ ഹിയർ ഫോർ എ ഫോളോ അപ്പ് ചെക്കപ്പ്, അങ്ങനെയുള്ളൊരു കാര്യം വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും ഓൾറെഡി ആ പേഷ്യൻറ്റ് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അങ്ങനെ മനസ്സിലാവും. ഇഫ് ഇറ്റ് ഇസ് നോട്ട്, നിങ്ങൾക്ക് അതും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ടാസ്ക് പോയിന്റുകൾ തന്നിട്ടുണ്ടായിരിക്കും. ടാസ്ക്കാണല്ലോ നമ്മളത് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിനകത്തുനിന്ന് നമുക്ക് അതൊരു നോൺ ആണോ അൺനോൺ ആണോ എന്ന് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ടാസ്ക് ബുള്ളറ്റ് പോയിന്റിൽ എൻക്വയർ ദ പേർപ്പസ് ഓഫ് ദ വിസിറ്റ്, ആസ്ക് വൈ ദ പേഷ്യൻ്റ് ഓർ വൈ ഹി ഓർ ഷീ വിസിറ്റഡ് ദ പ്ലേസ് എന്ന് ചോദിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും ഇത് എന്തുകൊണ്ടാണ് വിസിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ എന്താ, നമുക്ക് അറിയാവുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തിനാണ് താങ്കളിവിടെ വന്നത്, എന്ത് കാര്യത്തിനാണ് താങ്കളിവിടെ വന്നത് എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിനെയോ അല്ലെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ വ്യക്തിനെ കുറിച്ചോ ഒന്നും തന്നെ അറിയില്ലെങ്കിൽ ആ ടാസ്ക് പോയിന്റിൽ ഇങ്ങനെ തന്നിട്ടുണ്ടായിരിക്കും എൻക്വയർ ദ പർപ്പസ് ഓഫ് ദ വിസിറ്റ്, എക്സ്പ്ലോർ ദ റീസൺ ഓഫ് ദ വിസിറ്റ് എന്ന് തന്നിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ 2 കാര്യങ്ങളും വന്നു. ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ നോണിൻ്റെ കാര്യവും പറഞ്ഞു, എക്സ്പ്ലോർ എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻക്വയർ എന്ന് പറയുന്ന കീവേഡും വന്നു. എക്സ്പ്ലോർ എൻക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അറിയുകയാണ് ചെയ്യേണ്ടത് എന്തിനാണ് അവർ വന്നത്. സോ വി നീഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. സോ ദ ഫസ്റ്റ് ടാസ്ക് ദെയർ ഈസ് ഇൻഫർമേഷൻ ഗ്യാതറിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നു അതൊരു
അൺനോൺ കേസ് ആണെന്ന്. സോ ആ നമുക്ക് തന്നിരിക്കുന്നത്, സോ വാട്ട് ഐ നീഡ് ടു ടെൽ ഇസ് ദാറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വാട്ട് ഐ നീഡ് ടു ടെൽ ഇസ് ദാറ്റ് ആ ഒരു തന്നിരിക്കുന്ന ടാസ്ക് ബുള്ളറ്റ് പോയിന്റ് വെച്ച് പല ക്ലൂസും നമുക്ക് തന്നിട്ടുണ്ട്. ഏത് യു ക്യാൻ ഐഡൻറ്റിഫൈ ദിസ് തിങ് ഫ്രം ദ സെറ്റിംഗ്. ഒരു നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്നുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗിൽ നിന്ന് മനസ്സിലാവും. ഇഫ് യു കനോട്ട് ഐഡൻറ്റിഫൈ ദാറ്റ് തിങ് ബേസ്ഡ് ഓൺ ദ സെറ്റിംഗ്, ദ നെക്സ്റ്റ് നേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അവിടെ നിന്നും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യു ക്യാൻ റെഡിലി ഐഡൻറ്റിഫൈ ഫ്രം ദ തേർഡ് സെക്ഷൻ ദാറ്റ് ഇസ് ഓൺ ദ ടാസ്ക് പോയിന്റ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ OET നമുക്ക് തരുന്ന ക്ലൂ ഇൻ ഓർഡർ ടു വെദർ വി നീഡ് ടു ഐഡൻറ്റിഫൈ ഇറ്റ് ആസ് എ നോൺ ഓർ അൺനോൺ കേസസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നോൺ കേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീകോൾ വാട്ട് വി ഹാവ് ടോൾഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, അല്ലെങ്കിൽ റീകോൾ വാട്ട് വി ഹാവ് ടോൾഡ് ഇൻ ദ ഫസ്റ്റ് ക്ലാസ്. നോൺ കേസ് ആണെങ്കിൽ വി ഓൾറെഡി നോ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പേഷ്യൻറ്റ്, വി ഓൾറെഡി നോ ദ നെയിം ഓഫ് ദ പേഷ്യൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ യു ക്യാൻ ഡയറക്ട്ലി ആസ്ക് ദ ഇന്റർലോക്യൂട്ടർ ഡ്യൂറിംഗ് ദ റോൾ പ്ലേ ഹൗ മേ ഐ അഡ്രസ് യു. ഇന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. അൺനോൺ കേസ് ആണെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും ചോദിക്കേണ്ട. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതാണ് ഞാൻ താഴ്ത്തിട്ട് വരുന്നത് കേട്ടോ. ഞാൻ ഇവിടെ നെക്സ്റ്റ് പോയിന്റിൽ വരുന്നത് ഞാൻ ഇവിടെ വെച്ച് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് തിങ്, നോൺ ആണോ അൺനോൺ കേസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഡു. ദ സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ഇത് നമ്മൾ ആരോടാണ് നമ്മൾ കോൺവേഴ്സ് ചെയ്യുന്നത്, ടു ഹും വി ആർ എക്സ്ചേഞ്ചിങ് ദി ഐഡിയാസ് ഓർ ടു ഹും വി ആർ ഹാവിങ് ദാറ്റ് കോൺവെർസേഷൻ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ദ നെക്സ്റ്റ് തിങ്. സോ അതിനകത്ത് നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. വെദർ വി ആർ ടോക്കിംഗ് ടു എ പേഷ്യൻറ്റ് ഓർ വി ആർ ടോക്കിംഗ് ടു എ പേഷ്യൻറ്റ് ഓർ എ ബൈസ്റ്റാൻഡർ. നമ്മൾ പേഷ്യൻറ്റിനോടാണോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കൂടെ വന്ന ഒരു വ്യക്തിയോടാണോ നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ് നമ്മുടെ സെക്കൻഡ് ടാസ്ക്. അപ്പോൾ പേഷ്യൻറ്റിലാണെങ്കിൽ, അപ്പോൾ നോൺ കേസ് ആണെന്ന് മനസ്സിലായെങ്കിൽ പേഷ്യൻറ്റിലാണെങ്കിൽ നമുക്ക് ഇന്റർലോക്യൂട്ടറിനോട് എന്ത് ചോദിക്കാം? ഡ്യൂറിംഗ് ദ റോൾ പ്ലേ പ്ലീസ് ടെൽ മീ ഹൗ മേ ഐ അഡ്രസ് യു ഓർ ഹൗ മേ ഐ അഡ്രസ് യു ഡ്യൂറിംഗ് ദ റോൾ പ്ലേ. യു ആണ്, വി ആർ ഡയറക്ട്ലി ടോക്കിംഗ് ടു ദ പേഷ്യൻറ്റ്. പക്ഷേ ബൈസ്റ്റാൻഡർ ആണെങ്കിൽ നമുക്ക് 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ ചോദിക്കാം ഡ്യൂറിംഗ് ദ റോൾ പ്ലേ ഹൗ മേ ഐ അഡ്രസ് ദ പേഷ്യൻറ്റ് എന്ന് നമുക്ക് ചോദിക്കാം. റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫോർ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ നെയിം ആൻഡ് അഡ്രസ്, യുവർ നെയിം. കാരണം അപ്പോൾ പേഷ്യൻ്റ് ആണ് അവിടെ നോൺ, ബൈസ്റ്റാൻഡർ നമുക്കവിടെ അൺനോൺ ആണ്. അപ്പോൾ കൂടെ വരുന്ന ബൈസ്റ്റാൻഡറിൻ്റെ പേര് നമുക്ക് നേരത്തെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ബൈസ്റ്റാൻഡർ ക്യാൻ ബി ഡിഫറെൻറ്റ്. ഇപ്പോൾ എനിക്കാണ് പ്രശ്നമെങ്കിൽ എൻ്റെ കൂടെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ വന്ന എൻ്റെ അമ്മയായിരിക്കാം, പിന്നീട് വരുന്നത് ചിലപ്പോൾ എൻ്റെ അമ്മയായിരിക്കത്തില്ല. ഇറ്റ് കുഡ് ബി മൈ ഫാദർ, ബ്രദർ ഓർ സമൺ എൽസ്. അപ്പോൾ അവിടുത്തെ കേസ് എന്ന് പറയുന്നത്, അവിടുത്തെ നോൺ എന്ന് പറയുന്നത് അവിടെ പേഷ്യൻറ്റ് മാത്രമാണ്, അൺനോൺ എന്ന് പറയുന്നത് അവിടുത്തെ ബൈസ്റ്റാൻഡറാണ്. സോ ആ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ അതൊരു നോൺ കേസ് ആണെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ആസ്ക് ദ ഇന്റർലോക്യൂട്ടർ ഡ്യൂറിംഗ് ദ റോൾ പ്ലേ ഹൗ മേ ഐ അഡ്രസ് ദ പേഷ്യൻറ്റ് ആൻഡ് ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ദ റോൾ പ്ലേ ഫോർ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ കുഡ് ക്യാൻ പ്ലീസ് ടെൽ മീ ഹൗ മേ ഐ അഡ്രസ് യു എന്നും നമുക്ക് ചോദിക്കാം. യെസ് ഫൗജിയ, ഗുഡ് മോർണിംഗ്. യെസ്. അപ്പോൾ ഇതാണ് എൻ്റെ സംഭവം. അപ്പോൾ ബൈസ്റ്റാൻഡർ ആണെങ്കിൽ എങ്ങനെയാണെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ബൈസ്റ്റാൻഡറിനോട് സംസാരിക്കുമ്പോൾ മേജർ തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റോൾ പ്ലേയുടെ സമയത്ത് യു എന്ന് ഉപയോഗിക്കരുത്. ബിക്കോസ് എന്താ സംഭവം? ബൈസ്റ്റാൻഡർക്കല്ല പ്രശ്നങ്ങളുള്ളത്, മെഡിക്കൽ കണ്ടീഷൻ പ്രശ്നങ്ങളുള്ളത് ബൈസ്റ്റാൻഡർക്കല്ല. അപ്പോൾ ബൈസ്റ്റാൻഡറിനോട് സംസാരിക്കുമ്പോൾ അപ്പോൾ യു എന്ന് സംസാരിക്കരുത്. ആ റിലേഷൻഷിപ്പ് വെച്ചിട്ട് വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട്. അപ്പോൾ ഒരു ചൈൽഡ് ആണെങ്കിൽ മേക്ക് യുവർ സൺ, മേക്ക് യുവർ ഡോക്ടർ, മേക്ക് ഷുവർ ദാറ്റ് യുവർ ഡോട്ടർ, മേക്ക് ഷുവർ ദാറ്റ് യുവർ ഫാദർ, യുവർ മദർ, യുവർ ബ്രദർ എന്നുള്ള ആ ഒരു കിൻ, വാട്ട് ദ റിലേഷൻഷിപ്പ് ദാറ്റ് ദ ബൈസ്റ്റാൻഡർ ഹാസ് വിത്ത് ദാറ്റ് പേഷ്യൻറ്റ്, അതിനെ മീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. സോ ഇങ്ങനെയുള്ള മേജർ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ദ ഫസ്റ്റ് പോയിന്റ് വാസ് ദാറ്റ് വെദർ വി ആർ ഐഡൻറ്റിഫൈങ് ഇറ്റ് ആസ് എ നോൺ ഓർ അൺനോൺ കേസ്. ദ സെക്കൻഡ് തിങ്, ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദ നോൺ ഓർ അൺനോൺ കേസ്, ഐഡൻറ്റിഫൈ to whom we are having that conversation, whether you are having that conversation with the patient or someone who has accompanied the patient, by which we say the bystander. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ. പിന്നീട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട 2 കാര്യങ്ങൾ, ഐ ഹോപ്പ് ദിസ് ഈസ് മേക്കിംഗ് സെൻസ് ടു യു. പിന്നീട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം എന്താ? പിന്നീട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യമാണ് സെറ്റിംഗ് സിനേറിയോ ഓൺ ടാസ്ക്. അതാണ് നമ്മുടെ റോൾ പ്ലേയിലുള്ള ആ റോൾ പ്ലേ കാർഡിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന 3 കാര്യങ്ങൾ. ഓക്കെ. ആദ്യം തന്നെ നമുക്ക് സെറ്റിംഗ് തന്നിട്ടുണ്ടായിരിക്കും. സെറ്റിങ്ങിൽ ഇന്നൊരു പ്ലേസ്, ഏതൊക്കെ സെറ്റിംഗ് നമുക്ക് കിട്ടാം? ദർ ആർ n number of settings that you can get. എന്തൊക്കെയായിരിക്കും? ഹോസ്പിറ്റൽ വാർഡ് കിട്ടാം, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടാം, എമർജൻസി വാർഡ് കിട്ടാം, ഹോസ്പിറ്റൽ കിട്ടാം, ജനറൽ ക്ലിനിക്ക് കിട്ടാം, ജനറൽ പ്രാക്ടീസ് കിട്ടാം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, സബർബൻ ക്ലിനിക്, ഹോം വിസിറ്റ്, ദെൻ നഴ്സിംഗ് ഏജൻസി, നഴ്സിംഗ് പ്രാക്ടീസ്, അങ്ങനെ ഇഷ്ടം പോലെ നിങ്ങൾക്ക്, പിന്നെ സ്കൂൾ നഴ്സ്, അങ്ങനെയുള്ള പല രീതിയിലുള്ള സെറ്റിങ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന സെറ്റിംഗ് തന്നെയാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ n number of സെറ്റിങ്സിൽ ഏതെങ്കിലുമൊക്കെ ഒരു സെറ്റിംഗ് ആയിരിക്കും വരിക. സോ ആ സെറ്റിംഗ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക്
ഫ്രെയിം ചെയ്യാൻ പറ്റും. ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് ഹരി, വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് ഹരി, വൺ ഓഫ് ദ നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് സബർബൻ ക്ലിനിക്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ബേസ്ഡ് ഓൺ വാട്ട് ഇസ് ദ സെറ്റിംഗ് വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ഓർ വി ക്യാൻ ഫ്രെയിം കോൺവെർസേഷൻ ഓർ ഇൻട്രൊഡക്ഷൻ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ വേർഡ് തന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ OET നേഴ്സസ് അല്ലെങ്കിൽ OET ചെയ്യുന്ന ഈ കാൻഡിഡേറ്റ്സ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷനാണ്, ഐ ആം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ്, ഐ ആം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ നല്ലതല്ല, അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ തെറ്റാണെന്ന് ഐ എം നോട്ട് കമ്മ്യൂണിക്കേറ്റിംഗ്. പക്ഷേ നമ്മൾ ബേസ്ഡ് ഓൺ ഒരു പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം. ഐ എം വൺ അമംഗ് ദ നഴ്സസ് വർക്കിംഗ് ഹിയർ, ഐ വിൽ ബി യുവർ അറ്റൻഡിംഗ് നഴ്സ് ടുഡേ, ഐ ആം അസൈൻഡ് ടു ടേക്ക് കെയർ ഓഫ് യു ടുഡേ, ഓർ ഐ ആം അസൈൻഡ് യു ടു ദീസ് തിങ്സ്, ഐ എം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ്. സോ അങ്ങനെ രീതിയിലൊക്കെ പല രീതിയിൽ നിങ്ങളതിനെ കോൺവെർസേഷൻ നിങ്ങൾ സ്ട്രക്ചർ ചെയ്ത് വെക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് സെറ്റിങ്സ് മാറ്റി കളിക്കാതെ ഇതുപോലെ എന്തെങ്കിലും ഡിഫറെൻറ്റ് കോൺവെർസേഷൻസ് നിങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എന്താണ് സെനേറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്ങിൻ്റെയും ടാസ്കിൻ്റെയും ഇടയ്ക്ക് നമുക്കൊരു 3 or 4 ലൈൻസ് എന്തുണ്ടാകില്ല. ആസ് എ നേഴ്സ് യു ആർ, ഫോർ എക്സാമ്പിൾ, അവിടെ നിന്ന് നമുക്ക് കിട്ടും യു ആർ ടോക്കിംഗ് ടു എ പേഷ്യൻറ്റ് ഹു ഹാസ് കം ടു ഹു ഹാവ് വിസിറ്റഡ് ദ ക്ലിനിക് വിത്ത് COPD, അല്ലെങ്കിൽ ആസ് എ സംതിങ് ആസ് എ യു ആർ ടോക്കിംഗ് ടു എ ബൈസ്റ്റാൻഡർ, അല്ലെങ്കിൽ യു ആർ ടോക്കിംഗ് ടു എ മദർ ഓഫ് എ 6-year-old child who has got something, you are talking to the daughter of a father who has a renal failure, or who is admitted in this hospital with a renal failure. The doctor is very much anxious about her father's condition. The doctor has some questions to ask. So as a nurse you need to clarify or you need to address her concerns. അപ്പോൾ എന്താണ് നമ്മുടെ റോൾ പ്ലേയുടെ ഒരു സ്വഭാവം. ഏതോ സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞാൽ എന്താണ് എൻ്റെ ജോലിയുടെ ഒരു സ്വഭാവം എന്ന് അറബിക്കഥയിൽ ചോദിച്ച പോലെ ആ റോൾ പ്ലേയുടെ ഒരു സ്വഭാവം നമുക്കതിൽ നിന്ന് മനസ്സിലാവും. വാട്ട് ഇസ് ദാറ്റ് റോൾ പ്ലേ കാർഡ് ഈസ് ഓൾ അബൌട്ട് എന്ന് നമുക്ക് മനസ്സിലാവും. സോ അവിടെ നിന്ന് തന്നെ നമ്മൾ പേഷ്യൻറ്റിനോടാണോ സംസാരിക്കുന്നത്, നമ്മൾ ബൈസ്റ്റാൻഡറിനോടാണോ സംസാരിക്കുന്നത്, എന്താണ് അയാളുടെ മെഡിക്കൽ പ്രശ്നം, എന്താണ് പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിൻ്റെ പ്രശ്നം എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഒരു ജനറൽ ഐഡിയ കിട്ടും. അതിനുശേഷം സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആ വ്യക്തിയോട് സംസാരിക്കേണ്ടത്, സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നമുക്കതിൻ്റെ ടാസ്ക് ബുള്ളറ്റ് പോയിന്റിൽ നിന്നും കിട്ടും. ഇപ്പോൾ ടാസ്ക് ബുള്ളറ്റ് പോയിന്റിൽ നിങ്ങൾക്ക് അറിയാം, ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് താഴ്ത്തിട്ട് ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലാണ് പ്രിസൈസ് ആയിട്ട് നമ്മൾ ചോദിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു ഡോക്ടർ ഒരു ചെസ്റ്റ് പെയിൻ, ഒരു മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസെൻ്റ്ലി ഒരു ഹാർട്ടിന് എന്തെങ്കിലും പാൽപിറ്റേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു ഫാദറിൻ്റെ ഡോക്ടർ ആയിരിക്കാം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഡോക്ടറിന് എന്താ പ്രശ്നം, ഫ്രം ദ സെനറിയോയിൽ കിടപ്പുണ്ട്, ഹീ കൺസ്യൂംസ് ആൽക്കഹോൾ ഹെവിലി ആൻഡ് ഹി ഹാസ് കണ്ടമാനം സ്മോക്ക് ചെയ്യുന്ന ഒരു ചെയിൻ സ്മോക്കറാണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആസ് എ ഡോക്ടർ പുള്ളിക്കാരിക്ക് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയണം, ആൻഡ് ഷീ നീഡ്സ് സം അഡ്വൈസ് ടു മേക്ക് ഹർ ഫാദർ ക്വിറ്റ് സീസ് ദ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്. ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും നമുക്ക് തരും. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ആ ഡോക്ടർ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ നമ്മളോട് ചോദിച്ചു കഴിയുമ്പോൾ എന്തൊക്കെ കാര്യത്തെക്കുറിച്ചായിരിക്കും ചോദിക്കുക, എന്തൊക്കെ ആൻസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ആൻസേഴ്സിനെ ഫ്രെയിം ചെയ്യണം എന്നുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ നമുക്ക് എവിടെ നിന്ന് കിട്ടും, ആ ടാസ്ക് എന്ന് പറയുന്ന ബുള്ളറ്റ് പോയിന്റിൽ നിന്നും നമുക്ക് കിട്ടും. സോ ഈ സ്ട്രക്ചറിങ് ആണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞു കഴിയുമ്പോൾ ആ ടാസ്ക് പോയിന്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദ ഫസ്റ്റ് തിങ്, സോ ദ തേർഡ് തിങ് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇസ് ഐഡൻറ്റിഫൈ ദ സെറ്റിംഗ്, ദെൻ ദ സെനറിയോ ആൻഡ് ദ ടാസ്ക്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ പേഷ്യൻറ്റിനോടോ അല്ലെങ്കിൽ ആ ബൈസ്റ്റാൻഡറിനോടോ നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുക. ചിലപ്പോൾ അതിനകത്തൊക്കെ എന്തെങ്കിലും നമ്മൾ ആ 3 minutes വായിക്കുന്ന സമയത്ത് അതിനകത്ത് ഏതെങ്കിലും ഇപ്പോൾ എല്ലാ വേർഡ്സും നമുക്ക് ഫെമിലിയർ ആവണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വേർഡിൻ്റെ മീനിങ് മനസ്സിലായില്ലെങ്കിൽ, ഏതൊരു വേർഡിൻ്റെ മീനിങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലുമൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്ക് ഇൻ്റർലൊക്യൂട്ടറിൻ്റെ അടുത്ത് നിങ്ങൾക്കത് ചോദിക്കാനായിട്ടുള്ളൊരു അവസരങ്ങൾ കൂടി ഉണ്ട്. സോ മേക്ക് ചാൻസസ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണോ നിങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും യൂസ് ചെയ്യുക. ആ 3 minutes തന്നെ ചോദിക്കുക. പിന്നീട് ചോദിക്കാനായിട്ടുള്ള ഒരു റൈറ്റ് OET നിങ്ങൾക്ക് തരുന്നില്ല. ഓക്കെ, ദിസ് ഇസ് ദ തിങ്. ഓക്കെ, പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, what is the emotional content, അല്ലെങ്കിൽ what is the emotion through which the patient or bystander is going through. എന്ത് കൈൻഡ് ഓഫ് പേഷ്യൻ്റ് ആണ്. ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന പേഷ്യൻ്റ് ഏത് തരത്തിലുള്ള പേഷ്യൻ്റ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
Sir, I have one question. Please make it clear that such on the setting that it is say you just done the examination in those cases, and how will be starting the conversation, whether it will come known case or unknown case. It's a very good question, Fauzia. It's a very good question. Just examined cases. You just examined cases ne kurichu valare detailed that I think you are a non-Malayali, so I'll go for a complete English session. So regarding this just examined cases, this is one of the major confusing setting that, or a confusing factor that a OET candidate get. So what is that? The thing is that you have just examined a patient. So just examined a patient case, these are the kind of cases where we don't need a conversation. We don't need an introduction, because it is clearly mentioned that we have just done the examination. So the thing is that when you are carrying that examination, so after that examination, we are talking with that patient. So we have already introduced ourselves, and we have already introduced many things regarding us during the initial examination, or during the time which we examined that patient. Already when we have done that examination, we have explained your name, your purpose, everything. After that, you are having a conversation with the patient. So that will be a non-case. That will be a non-case. Peculiarly, you don't need a conversation, or you don't need an introduction to frame. I think Fauji is clear. I'm clear to you. So how we can start that particular conversation? So it's a non-case. So during the 3 minutes preparation time, we are asking the question to the interlocutor, how may I address you? Then he will say some name. Okay, the all cliche name, John. So if John is the name, so how we can start the conversation? Hello, thank you for allowing me to examine you, John. Thank you, John, for allowing me to examine you. We can start like that. I hope, Fauzia, you are clear, or I have made clear to you. Okay, so these kinds of cases, just examined cases, is a non-case, particularly a case in which you does not need to frame an initial formal introduction with the patient, which means that we don't want to say like, good morning, my name is Fauzia, one of the registered nurses working, or one of the nurses, something. That's it. Okay, dear, I hope you got enough clarification for the question that you asked for. Yeah, we are continuing. So that was a very good question. Thank you for asking. Keep it up. Okay, so what kind of patient or bystander to which we are talking to? We need to understand the emotion that the patient. Thank you being very helpful for me. Thank you so much. Thank you for your valuable comments. Okay, so you can join IILT for whatever help that you need. We are all here with you. Okay, yeah. What kind of patient or what kind of bystander in which you are talking. So we need to understand what is the emotional condition, or what is the emotional thing, or by which the patient or the bystander is going to. I've given something in the example. The patient could be anxious, angry, worried, calm, reluctant, etc. He's not ready to He's not ready to accept what we are saying. That is called reluctant. He's angry. For example, what do you mean by angry? You are talking to a patient. The patient has pressed the buzzer twice, but since you are busy in a hospital, in the OT or something like that, you could not attend the patient on the right time. Obviously, the patient becomes angry. So in such cases, we can understand that we are directly talking to the patient, and at the same time, it's a non-case. We are directly talking to the patient, and at the same time, what is the emotion through which the patient is going through? He is very much angry. So that's the thing. So ingane namukku so patient in the emotion, and so understanding the emotion through which the patient or bystanding is going through is one of the most important thing that you need to understand when you enact your role play session. So anxious aanu, so we need to calm down the patient. Reluctant aanengil ivideyaanu the usage of empathetical phrases, the overwhelming use of if you say in an exaggerated manner, ivideyaanu nammade empathetical phrases empathetic phrases, sympathize, use. These are the instances where we need to pour the essence of these kinds of things: empathy, sympathy, etc. So when the patient is anxious, we need to frame, or we need to shape the conversation by inculcating or by including those phrases which can make the patient pacify, or we can make the patient calm down his anger. If the patient is worried, we can frame these kinds of empathetic phrases. If the patient is reluctant, stressed, etc. So the major thing that you need to make sure is that you can directly get from YouTube, or you can directly get from the Google, that in
make different cases. If the patient is reluctant, what are all the empathic phrases that you can use? If the patient is stressed or worried, what are all the phrases that we can use? So understand or make sure that you have 3 or 4 phrases, different phrases for each cases, and try to use it in your role play session. Appo if you need to by heart, just go for it, or if you can understand, idu cheya. Appo different cases le endokke different empathic phrases ഉപയോഗിക്കാവോ എന്നുള്ളത് നിങ്ങൾ ഒരു നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം മുന്നോട്ടേക്ക് പോവുക. And the major thing that I need to tell is that don't repeat the same empathic phrases or empathical phrases again and again. I'm so sorry to hear that, I'm so sorry to hear that, so sorry to hear that, Mr. John. Don't repeat the same thing. Understand and study, or keep in mind that you have different empathic phrases in your. That's it. This is the next thing. What kind of patient or bystander to which we are talking to, whether he is anxious, whether he is worried, calm, reluctant, stressed, worried, angry, something like that. And the next thing, the nature of the role play card. What is the nature of role play card? എന്താ സംഭവം? നമുക്ക് 2 കാര്യങ്ങളാണ് റോൾ പ്ലേ കാർഡിൽ ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന എസൻസുകളാണ് അല്ലേ. What are the two things that we need to do? Whether we need to ask the question to the bystander or the patient, or whether we need to collect information from them. That's the major thing that we need to do. So identify from the task bullet point the task which we are going through, or the task which we are enacting, if it is information gathering or it is information giving. So if the word is like explore the reason for the visit, explore is the keyword. We need to understand why the person visited there, so we need to ask questions. Okay, explain to him. Explain to him means we are explaining this information. From that keyword we can understand that we are going to explain information giving. So what are the keywords that you have in your OET speaking, and depending on how we can understand whether it is information giving or gathering. Detailed session last live, please log into that. That will be very much useful for you. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് the next thing that you need to identify. So these are the major 5 points that you need to identify, or we need to understand when you get a role play card, and for the effective structuring of role play card. ഇതാണ് ചെയ്യുക. So the thing is that identify whether it is a known or unknown case, identify whether you are talking to a patient or a bystander, then understand the setting, scenario, and the task points, identify the mood of the patient or the bystander, what is the emotional mellow which he is going through. And the last, it's not the last thing, and the major thing that you need to understand is that are we going to ask questions, or are you going to give the answers for the questions asked by the patient or a bystander. Okay, so this is it. So everything is connected. First class, so first live, second live, third live, everything is connected. So that's the reason why I'm connecting this live class to the previous speaking sessions that I have taken to you. Okay, so this is the thing. So I hope you understand how you can structure your role play card. Okay, major things. If you want to take the points, you can write down the points, or if you want to, or otherwise you can see this session 2 or 3 times, or 2 to 3 times, or something like that. Then you will be having a clear picture regarding how you can do it. Okay, so this is the session that I need to tell you this time. But for the convenience, നമുക്ക് just a role play card, just see how ഒരു simple role play card ഞാൻ നിങ്ങൾക്ക് display തരാം. You might have done this particular role play card, പക്ഷേ as a convenient thing ഞാനൊരു role play card ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, and just we can understand how we can structure, or what are the things that you need to point out. Okay, so next slide നമുക്കിപ്പോൾ കാണാം. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്കിപ്പോൾ ഒരു റോൾ പ്ലേ കാർഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് സെൻസ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. കാരണം ഇതിനെക്കുറിച്ച് ഒരു ഹൈ ഐഡിയ ഉള്ളവർക്ക് നമുക്കിത് പെട്ടെന്ന് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ OET എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ, ഇഫ് യു ആർ ഡൂയിങ് ദിസ് തിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ ഒരു ഫ്ലോയിൽ നമുക്കങ്ങ് മനസ്സിലാക്കാനായിട്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു OETയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കുറച്ച് ബ്ലേഡ് ആണെന്ന് തോന്നുന്നു, ബട്ട് സോറി ഫോർ ആസ്. അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് സെറ്റിംഗ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം നോക്കേണ്ടത്? ഇപ്പോൾ നോൺ ആണോ അൺനോൺ കേസ് ആണോ എന്ന് മനസ്സിലാവും. ഒരിക്കലും നമുക്ക് നോൺ കേസ് ആണെന്നും പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സെറ്റിംഗ് നോക്കുന്നു. ഇവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റിംഗ്. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് നോൺ ആണോ അൺനോൺ ആണോ എന്ന് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെറ്റിംഗ് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ നിന്ന് നോൺ ആണോ അൺനോൺ ആണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നെക്സ്റ്റ് തൊട്ട് താഴെ
തന്നിരിക്കുന്ന സെനേറിയോ വായിക്കുക. നേഴ്സിൻ്റെ സെനേറിയോ എന്താ? ദിസ് പേഷ്യൻറ്റ് 6-year-old son has cut his finger which is bleeding heavily അല്ലെങ്കിൽ which is bleeding heavily. You examined cut which is no serious and you don't think it needs stitches. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് തന്നെ മനസ്സിലായി? നമ്മൾ പേഷ്യൻറ്റിനോടല്ല സംസാരിക്കുന്നത്, 6-year-old സണ്ണിൻ്റെ പേരൻറ്റിനോടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പേരൻറ്റിനോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പേരൻ്റ് ആണാണോ ഇതാണോ അല്ലെങ്കിൽ ജെൻഡർ അവിടെ തന്നിട്ടില്ല, പക്ഷേ വളരെ വ്യക്തമായിട്ടും 6-year-old സൺ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ 6-year-old സണ്ണിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ആൻഡ് യു എക്സാമിൻ ദ കട്ട്. അപ്പോൾ യു എക്സാമിൻ ദ കട്ട് എന്നേ പറയുന്നുള്ളൂ, വിച്ച് ഇസ് നോട്ട് സോ സീരിയസ് ആൻഡ് സംതിങ് ആൻഡ് ഫൈൻഡ് ഔട്ട് ആൻഡ് ദ ഫസ്റ്റ് തിങ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഫൈൻഡ് ഔട്ട് ഹൗ ദ കട്ട് ഹാപ്പൻഡ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഫൈൻഡ് ഔട്ട് ഹൗ ദ കട്ട് ഹാപ്പൻ. അപ്പോൾ എന്താ അപ്പോൾ നമ്മൾ ബൈസ്റ്റാൻഡറോടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് കാര്യം നമുക്ക് ആദ്യം മനസ്സിലാവുന്നു. അപ്പോൾ അതാണ് നമ്മുടെ സംഭവം. അപ്പോൾ എന്തുകൊണ്ടാണ് ബൈസ്റ്റാൻഡർ എന്ന് പറയാൻ കാരണം? ഫസ്റ്റ് സെനറിയോ തന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദ സെക്കൻഡ് ബുള്ളറ്റ് പോയിന്റ്, റിയഷ്യൂർ ദ പേരൻറ്റ്, ആൻസർ ഹിസ് ഓർ ഹെർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ലെങ്ത് ഓഫ് ദ ടൈം ഓഫ് ഹീലിംഗ് സംതിങ്. അപ്പോൾ ഇവിടെ നമ്മൾ 6-year-old പേഷ്യൻറ്റിനോടല്ല സംസാരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് പല പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നു, സെറ്റിംഗ് മനസ്സിലാക്കുന്നു, നമ്മളിവിടെ ബൈസ്റ്റാൻഡറിനോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ദ ഫസ്റ്റ് ടാസ്ക് പോയിന്റിൽ തന്നിട്ടുണ്ട് ഫൈൻഡ് ഔട്ട് ഹൗ ദ കട്ട് ഹാപ്പൻഡ്. അപ്പോൾ ഹൗ ദ കട്ട് ഹാപ്പൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ തന്നെ അതൊരു അൺനോൺ കേസാണ്. അപ്പോൾ കുട്ടിയുടെ കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും കുട്ടിക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നമ്മൾ ഫോർ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ വാട്ട് ഇസ് ദ നെയിം ഫോർ ദ ഡോക്യുമെൻറ്റേഷൻ പർപ്പസ് നമുക്ക് കുട്ടിയുടെ പേര് ചോദിക്കാം. ഏജ് ഓൾറെഡി തന്നിട്ടുണ്ട്, സോ പേര് ചോദിക്കാം. അറ്റ് ദ സെയിം ടൈം പാരൻറ്റിനോട് നമുക്ക് ഹൗ ഫോർ ദ പർപ്പസ് ഓഫ് ഫോർ ദ ഈസി കമ്മ്യൂണിക്കേഷൻ ഹൗ മേ ഐ അഡ്രസ് യു എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ആദ്യത്തെ 3 കേസസും അല്ലെങ്കിൽ ആദ്യത്തെ 3 പോയിന്റ് ഐഡൻറ്റിഫൈ ദ സെറ്റിംഗ്, നോൺ ഓർ അൺനോൺ കേസ്, വെദർ വി ആർ ടോക്കിംഗ് ടു എ പേഷ്യൻ്റ് ഓർ എ ബൈസ്റ്റാൻഡർ എന്നുള്ളത് ആദ്യത്തെ 3 സെറ്റിംഗ് എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നും, നേഴ്സ് എന്ന് പറയുന്ന സെനേറിയോ എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ടിൽ നിന്നും, ഫസ്റ്റ് ടാസ്ക് പോയിന്റിൽ നിന്നും വി ഓൾറെഡി അണ്ടർസ്റ്റുഡ്. ഇനിയാണ് നമ്മളതിൻ്റെ ടാസ്ക് പോയിന്റിലെ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവം? ഫൈൻഡ് ഔട്ട്. So the first task point എന്ന് പറഞ്ഞാൽ find out how the cut has happened. അതാണ് സംഭവം. സെക്കൻഡ് എന്താ? reassure the patient and answer his or her questions. തേർഡ് ബുള്ളറ്റ് പോയിന്റിൽ തന്നിട്ടുണ്ട് explain how deep, apply antiseptic and dress something എന്ന് പറയുന്നുണ്ട്. പിന്നെ warn the patient about keeping ഷാർപ്പ് ഇംപ്ലിമെൻറ്റ്സ് ഔട്ട് ഓഫ് ദ റീച്ച് സംതിങ്. അപ്പോൾ ഇവിടെ നിന്ന് എന്താ? ഇവിടെയാണ് നമ്മൾ പറയുന്ന എന്താണ് ഇൻഫർമേഷൻ ഗിവിംഗ് ആണോ ഗ്യാദറിംഗ് ആണോ എന്ന് നമുക്ക് തന്നിരിക്കുന്ന ബുള്ളറ്റ് പോയിന്റ്സിലെ കീവേഡ്സ് വെച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. സോ വിൽ ഐഡൻറ്റിഫൈ വാട്ട് ആർ ദ കീവേഡ്സ്. ദ ഫസ്റ്റ് കീവേഡ് ഇസ് ഫ്രം ദ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഫസ്റ്റ് കീവേഡ് ഇസ് ഫൈൻഡ്. ദ സെക്കൻഡ് keyword is reassure. The third keyword is explain. The fourth keyword is warn. So these are the 4 keywords. So by understanding the first keyword, find out what happened. We need to know how that cut happened. We need to know what was the instance that made a cut in his or her finger. So his finger. So find is the keyword. Find means we need to get information. So the first thing is that we need to ask questions. So the first bullet point is about information gathering. Find. So the next thing is reassure the parent. Reassure the parent means we are reassuring the parent. We are making the parent comfortable, or we are making the parent consoled by our phrases from which something which are our telling. നമ്മൾ പേഷ്യൻറ്റിനെ കാം ഡൗൺ ചെയ്യാണ്, കൺസോൾ ചെയ്യാണ്. സോ റീഅഷ്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനോട് പേരൻറ്റിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയല്ല, നമ്മൾ സംസാരിക്കുകയാണ്. സോ ദെയർ കംസ് ദ നെക്സ്റ്റ് ക്രൈറ്റീരിയൻ ഇൻഫർമേഷൻ ഗിവിംഗ് ആണെന്ന് നമുക്ക് റീഅഷ്യൂർ എന്ന് മനസ്സിലായി. എക്സ്പ്ലെയിൻ ഒന്നും there is no need for you to explain അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദാറ്റ് പർട്ടിക്കുലർ തിങ്. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. സോ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ പറയുന്നത് എന്താണ്? ഇൻഫർമേഷൻ ഗിവിംഗ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് തിങ് ഇസ് വോൺ ദ പാരൻറ്റ്. വോൺ ദ പാരൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഷാർപ്പായിട്ടുള്ള ഇംപ്ലിമെൻറ്റ്സ് ഒക്കെ കുട്ടിയുടെ ആ ഒരു വിസിനിറ്റിയിൽ നിന്നും ആ ഒരു അഡ്ജസൻ്റ് ഏരിയയിൽ നിന്നും മാറ്റി വയ്ക്കുക. കുട്ടി അതുപോലത്തെ ഷാർപ്പ് എഡ്ജ്ഡ് ഈ കട്ട് ചെയ്യാവുന്ന പിയേഴ്സിംഗ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇംപ്ലാൻസ് ഒന്നും ഉപയോഗിക്കാതിരിക്കാനായിട്ട് കുട്ടിയുടെ ആ ഒരു ഏരിയയിൽ നിന്നും മാറ്റി വയ്ക്കുക. പിന്നെ ബി ടാക്ട്ഫുൾ ഇൻ ഗിവിങ് അഡ്വൈസ്. അപ്പോൾ കുട്ടിയല്ലേ, അപ്പോൾ നമ്മൾ അതുപോലെ രീതിയിൽ ടാക്ട്ഫുള്ളായിട്ട് വേണം പറയാനായിട്ട്, ബിക്കോസ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ നമ്മൾ വോൺ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറയാണ് കുട്ടിക്ക് വീണ്ടും ഇതുപോലെ കട്ടുണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ മേക്ക് ഷുവർ ദാറ്റ് ദീസ് ഷാർപ്പ് ഇംപ്ലിമെൻറ്റ്സ് ആർ നോട്ട് placed near the boy sitting or somewhere like that എന്നുള്ള രീതിയിൽ there also. അപ്പോൾ ഞാൻ ഈ റോൾ പ്ലേ കാർഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കീവേഡ് ഐഡൻറ്റിഫിക്കേഷനാണ്, സ്ട്രക്ചറിങ് അല്ലേ. സോ നമുക്ക് വാൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളവിടെ
ഇൻഫർമേഷൻ ഗിവിങ് ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ റോൾ പ്ലേ കാർഡിനെ സ്ട്രക്ചർ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 5 പോയിന്റും ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത് ഇടയ്ക്ക് വരാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷൻ ഓഫ് ദ ഇതാണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് this parent 6-year-old son has cut his finger and it is bleeding heavily and it is bleeding something. You examine the cut which is not so serious and you don't think he needs a stitches. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൈയൊക്കെ മുറിഞ്ഞല്ലേ. സോ ഒബ്വിയസ്ലി ഒരു പാരൻറ്റ് അതിനോടൊരു അല്പം ഒരു നിരാശയല്ല, ഒരു ചെറിയൊരു സന്ദേഹം, ഒരു ആങ്ഷ്യസ്, ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു വിഷമം ആ പേഷ്യൻ്റിന് ഉണ്ടായിരിക്കും. സോ ആ ഒരു ക്ലൂവും കൂടി മനസ്സിലാക്കിയിട്ട് നമുക്കതിൻ്റെ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ വേറൊരു സംഭവം, നമ്മുടെ ഫേസ്റ്റ് സെറ്റ് ഓഫ് ക്രൈറ്റീരിയ. ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞു പോയി കഴിയുമ്പോൾ എല്ലാം കൂടി മിക്സായി വരുന്നത്. നമുക്ക് 2 സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ആണ് ഉള്ളത്. ഒന്ന് നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ട്. ആ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഫ്ലുവൻസി അല്ല, ഇൻറ്റൊനേഷൻ എന്ന് പറയുന്ന സംഭവം. എന്താണ് ഇൻറ്റൊനേഷൻ? ദ വോയിസ് മോഡുലേഷൻ ദാറ്റ് വി ഗിവ്. അപ്പോൾ ദർ ആർ ഇൻസ്റ്റൻസസ് ഇൻ വിച്ച് വി നീഡ് ടു ഹാവ് എ ഹൈ പിച്ച് ടോൺ ആൻഡ് ദർ ആർ ഇൻസ്റ്റൻസസ് വെയർ വിച്ച് വി നീഡ് ടു മേക്ക് ദ പിച്ച് ലോ. അപ്പോൾ ഒരു പേഷ്യൻ്റ് സ്ട്രെസ്ഡ് ആണ്, ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡർ അവരുടെ കാര്യത്തെക്കുറിച്ച് വളരെയധികം സ്ട്രെസ്സും വളരെയധികം ആങ്ഷ്യസ് ഒക്കെ ആണെങ്കിൽ നമുക്കവിടെ ഇൻറ്റൊനേഷൻ, വോയിസ് മോഡുലേഷൻ വളരെ നല്ല രീതിയിൽ നമുക്കവിടെ ഇഫക്റ്റീവ് ആകാം. അപ്പോൾ നമ്മൾ വളരെയധികം സൂതിങ്, വളരെയധികം ഒരു കാമായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അത് അവരുടെ സ്ട്രെസ്, അവരുടെ വറി, അവരുടെ ആങ്കർ ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കുന്ന വളരെയധികം ആംഗ്രി ആയിട്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റെ മുഖത്ത് നോക്കി നമ്മൾ വളരെയധികം ബോസ്റ്റി, വളരെയധികം ഹൈ പിച്ച് ഇതിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ദേ വോണ്ട് ബി ലിസണിങ് ടു അസ്, അവർ ലിസൺ ചെയ്യുകയില്ല. സോ ദീസ് ആർ ദ ഇൻസിഡൻസ്. എല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഇൻഫർമേഷൻ ഗിവിങ് ആണ്, ഗ്യാതറിംഗ് ആണ് നമുക്ക് ആകെ ചെയ്യാനുള്ളെങ്കിലും എല്ലാ ക്രൈറ്റീരിയയും, ഫ്ലുവൻസി, പിന്നെ നമ്മുടെ ഇൻ്റലിജിബിലിറ്റി, ഫ്ലുവൻസി, അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ ലാംഗ്വേജ്, റീസോഴ്സസ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ആ ഒരു ക്രൈറ്റീരിയ, ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ. പിന്നെ നെക്സ്റ്റ് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയിൽ വരുന്ന റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻകോപ്പറേറ്റീവ് ദ പേഷ്യൻറ്റ് പെർസ്പെക്റ്റീവ്, പ്രൊവൈഡിങ് സ്ട്രക്ചർ, ഇൻഫർമേഷൻ ഗ്യാദർ ആൻഡ് ഇൻഫർമേഷൻ ഗിവ് എന്നുള്ള ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ഗിവിങ്ങിൽ ഇതെല്ലാം വരും. ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ഗിവിങ്ങിലാണ് വി ആർ ടെല്ലിംഗ്, വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ദിസ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ക്രൈറ്റീരിയ എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് എൻഷുർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹൗ വി ഐഡൻറ്റിഫൈ ആൻഡ് ദിസ് ഇസ് ഹൗ വി സ്ട്രക്ചർ എ റോൾ പ്ലേ based on the setting, based on the scenario and based on the task. Identify known case or unknown, whether we are talking to a patient or a bystander, what is the setting, what is the scenario and what is the task, what is the emotional motion or the emotional role in which the patient or bystander is going through, and whether by identifying the task bullet points keyword, the first word of the task bullet point, we can identify whether we are performing the criterion information giving or information gathering. Or simply if I say whether we are asking the question to the patient or a bystander, or whether we are taking the information from, or whether we are giving the information to the patient or the bystander. So this is the thing. So idana നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്ന കാര്യം. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ ഐ ഹോപ്പ്. സോ ദിസ് ഇസ് ദ തിങ്. നമ്മൾ പതുക്കെ സ്പീക്കിങ്ങിൻ്റെ എല്ലാ സെഷൻസും നമ്മൾ പതുക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു കേസ് വരിക, അതിലെങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് ശരിക്കും മനസ്സിലാവും. സെക്കൻഡ് ക്ലാസ്സിൽ ഏതൊക്കെയാണ് കീവേഡ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻഫർമേഷൻ ഗിവിംഗ് ആണോ ഗ്യാദറിംഗ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ആൻഡ് തേർഡ്, ഈ സെഷനിൽ വെക്കുമ്പോൾ ആ ഒരു ക്ലാസ്സിൽ വെച്ച് നമുക്ക് കയ്യിലായിട്ടൊരു സംഭവം കിട്ടിക്കഴിയുമ്പോൾ how we can apply that theory and how we can make it into a practical thing എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി. സോ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങൾ സ്പീക്കിങ്ങിൻ്റെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഇഫക്റ്റീവ് ടു യു. സോ ദിസ് ഇസ് ദി ക്വാളിറ്റി ദാറ്റ് IILT പ്രൊവൈഡ് യു. ജസ്റ്റ് ഒരു സ്പീക്കിങ്ങിൻ്റെ സെഷൻ എടുക്കുകയല്ല, അതിന് ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഇന്നതാണ് ഇങ്ങനെയാണ് നമ്മളൊരു കാര്യം കണ്ടുപിടിക്കുന്നത്, ഇന്ന കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്ന വേർഡ് വന്നു കഴിഞ്ഞാൽ അത് ഇൻഫർമേഷൻ ഗിവിങ്, ഇന്ന വേർഡ് വന്നു കഴിഞ്ഞാൽ അത് ഇൻഫർമേഷൻ ഗ്യാദറിംഗ് എന്നുള്ള all the minute points that you require for your speaking, that will be provided. So ഒരു ഫുൾ പാക്കേജ് ഓഫ് ക്ലാസ്സസ് ആണ് നമ്മൾ തരിക. അല്ലാതെ ജസ്റ്റ് സ്പീക്കിംഗ് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിൽ വിട്ട് തന്നിട്ട് ഇങ്ങനെയാണ് പറയേണ്ടതെന്നല്ല. എന്താണോ OET നിങ്ങൾക്ക് നിന്ന് ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഇതിലാണ് IILTയിൽ ഓരോ ട്രെയിനേഴ്സും ഇരിക്കുക. ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി അഷർ യു ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ അഷർ യു. സോ താങ്ക് യു എവറി വൺ ഫോർ ജോയിനിങ് ദിസ് ലൈവ് സെഷൻ. നമുക്ക് മറ്റ് ലൈവ് സെഷനുമായിട്ട് നമുക്ക് വരാം. സോ ഹോപ്പ് യു എൻജോയ്ഡ് ദ സെഷൻ. യു ഗോട്ട് സം ഇൻഫർമേഷൻ റിഗാർഡിംഗ് സ്പീക്കിംഗ് ആൻഡ് ഓൾ ഫ്രം വാട്ട് വി ഹാവ് ഡെൽറ്റ്. സോ താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻസ്, താങ്ക് യു ഫോർ ദ ഇൻട്രാക്ഷൻ. സോ വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ലൈവ്. ടിൽ ദെൻ, ദിസ് ഇസ് ഹരി സൈനിങ് ഓഫ്. താങ്ക് യു.
IILT. It's my cup of tea.